എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എയർ ഫ്രയർ ഉപയോഗിക്കുന്നവരാണോ അതോ അത് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നവരാണോ? തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം. ഫ്രൈഡ് ഫുഡ്സ് എന്നുള്ളത് നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്, എല്ലാവരും ഒത്തിരി പ്രിയപ്പെട്ട് കഴിക്കുന്നതാണ്. പക്ഷേ ഫ്രൈഡ് ഫുഡ്സിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ഉപയോഗം വരും. അപ്പോൾ ഈ ഓയിൽ ഉപയോഗം വരുമ്പോഴത്തേക്കും പല ആരോഗ്യ പ്രശ്നങ്ങളിലോട്ട് നയിക്കാമെന്ന് പഠനങ്ങളിലെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതിനാണ് ഈ എയർ ഫ്രയർ എന്ന് പറഞ്ഞ മെഷീൻ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. എന്താണ് ഈ എയർ ഫ്രയർ? എയർ ഫ്രയർ എന്ന് പറയുമ്പോഴത്തേക്കും ചൂട് കാറ്റ് കൊണ്ട് ഭക്ഷണം ഫ്രൈ ചെയ്തെടുക്കുക, ഓയിലില്ലാതെ. അപ്പോൾ നല്ലൊരു വശം നോക്കുകയാണെങ്കിൽ അതിൽ ഓയിൽ ഉപയോഗമില്ല. അപ്പോൾ കലോറി കണ്ടൻറ്റ് ഭക്ഷണത്തിലുള്ളത് ഒത്തിരി നമുക്ക് ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ ചില പഠനങ്ങൾ ചില ദൂഷ്യവശങ്ങളും ഈ എയർ ഫ്രയറിനെ കുറിച്ച് കാണിക്കുന്നുണ്ട്. ഒന്നാമത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ എയർ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ, പൊട്ടറ്റോ ചിപ്സ്, ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ എയർ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അക്രിലമൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ അതിൽ വർദ്ധിപ്പിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഈ അക്രിലമൈഡ് നമുക്ക് ക്യാൻസർ വർദ്ധിപ്പിക്കാമെന്ന് ചില പഠനങ്ങളിൽ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു കാർസിനോജനാണ്. രണ്ടാമത് നോക്കുകയാണെന്നുണ്ടെങ്കിലോ നമുക്ക് ചില ഭക്ഷണങ്ങൾ എയർ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും, ഫിഷൊക്കെ ചിലതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കൊളസ്ട്രോൾ ഓക്സിഡേഷൻ പ്രോഡക്റ്റ് അതിൽ വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ അത് ഹൃദ്രോഗം, സ്ട്രോക്കിൻ്റെ സാധ്യതകളെ വർദ്ധിപ്പിച്ചേക്കാമെന്ന് ചില പഠനങ്ങളിൽ സൂചിപ്പിക്കുന്നു. മൂന്നാമത് നോക്കുകയാണെങ്കിലോ ഈ എയർ ഫ്രൈയിങ് പാനിനകത്ത് ടെഫ്ലോൺ, ബിസ്ഫിനോൾ എന്ന് പറയുന്ന കെമിക്കലുണ്ട്. അത് ചൂടാക്കിയിട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മുടെ ശരീരത്തിനോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അത് ചില ഹോർമോൺ പ്രശ്നങ്ങൾ, ഹോർമോണിൻ്റെ പ്രവർത്തനത്തിനെ ദൂഷ്യമായി ബാധിച്ചേക്കാമെന്നും പഠനങ്ങളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എയർ ഫ്രയർ ഉപയോഗിക്കുന്നവർ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നോക്കി ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം എയർ ഫ്രൈയിങ് മെഷീൻ ഉപയോഗിക്കുക. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.